ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശോകമാണ്, വലിയ ഒരു ഓളമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനിടയ്ക്കുള്ള കുറച്ച് സംഭവവികാസങ്ങളുണ്ടായി, അതൊക്കെ ഞാനൊന്ന് പറയാം. അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്ത മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനുമോള് സുംബ പറഞ്ഞു, അത് കണക്ക് അനീഷേട്ടല്ല ജയിലിൽ അത് ചോദിച്ചത് നിങ്ങൾക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം. അങ്ങനെ അവരവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞു. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വന്ന് ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞു. ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിച്ചു ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന 2 പേര്. അപ്പോൾ ആരൊക്കെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അനുമോളുടെയും അതുപോലെ തന്നെ നിവിൻ്റെയും പേരാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ ജനങ്ങളുടെ വോട്ടിനായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് അവർ 2 പേരും അനുമോളും നിവിനുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് തവണ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ടിനായി വന്നത് അനീഷ് ആണ് എന്ന് പറഞ്ഞു. അനീഷ് 5 തവണയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വന്നതുകൊണ്ടും അവർക്ക് സമ്മാനമുണ്ട്. ഏറ്റവും അപ്പോൾ അവർക്ക് സമ്മാനം മാത്രമല്ല, അവർ പ്രേക്ഷകരോട് നന്ദി പറയാൻ പറഞ്ഞു. അവർ 2 പേരും നന്ദി പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടത് നെവിൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര എന്തോ ലോകം പിടിച്ചടക്കിയണക്കൊക്കെയാണ് സംസാരിച്ചത്. ഞാൻ ഇത്ര പ്രാവശ്യം വന്നിട്ടും ജനങ്ങൾ ഇവിടെ നിർത്തുന്നു. പുള്ളി വിചാരിക്കുന്ന പുള്ളി അങ്ങോട്ട് ടോപ്പ് 1ാം സ്ഥാനത്ത് കിടക്കുന്നതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ ഓരോരുത്തർക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കില്ല. ഇപ്പോൾ ഞാനിപ്പം നാളെ സ്വപ്നം കാണുവാണ്, തിരുവിതാംകൂർ മഹാറാണിയായിട്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്വപ്നം കാണാമല്ലോ. അതുപോലെ തന്നെ അങ്ങനെയാണ് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട സന്തോഷം. എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുക, ആഗ്രഹിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ആഗ്രഹത്തിന് നമ്മൾക്ക് ഒരിക്കലും ആഗ്രഹത്തിന് ചിറകുകൾ വെച്ച് പറന്ന് പോകണം. ഒരിക്കലും അതിനൊരു സ്റ്റോപ്പ് ഇല്ലാതാവണം, എന്നെങ്കിലേ നമുക്ക് കുറച്ചെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റൂ. അപ്പോൾ നെവിൻ എങ്ങനെ ഭയങ്കരമായിട്ട് ടോപ്പ് 1 ആണ് എന്നുള്ളൊരു 1 or 2 അങ്ങനെയൊക്കെയാണ് തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടാണ് സംസാരിച്ചത്. കാരണം ഇന്നലത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്നിട്ട് യാതൊരു തരത്തിലുള്ള കുറ്റബോധം അവർക്ക് ഇല്ല. അത് വേറൊരു സത്യം. അപ്പോൾ അതിനുശേഷം പിന്നീട് അനുമോളായിരുന്നു. അനുമോള് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞു. വലിയ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിച്ചില്ല, നന്ദി പറഞ്ഞു. പിന്നെ അതിനുശേഷം ഏറ്റവും ലീസ്റ്റ് നോമിനേഷനിൽ വന്ന ആൾ അവിടെയുള്ള ഹൗസ് മേറ്റ്സിന് നന്ദി പറയാൻ പറഞ്ഞു. കാരണം നോമിനേഷനിൽ വരാത്തത് കൊണ്ടാണല്ലോ പുള്ളിക്ക് അവർ വരുത്താത്തത് കൊണ്ടാണല്ലോ വരാഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ അനീഷേട്ടൻ എല്ലാ തവണയും വരണമായിരുന്നു. ഇവർ നോമിനേഷനിൽ ഇട്ടില്ലെങ്കിൽ പുള്ളിയെ ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാത്തത്ര ദൂരത്തിലേക്ക് പുള്ളി എത്തിയേനെ. ഇപ്പം ചെറിയ അനുമോളുമായിട്ട് ചെറിയ മത്സരമെങ്കിലും ഉണ്ട്. എല്ലാ ഒരു നോമിനേഷനിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അനീഷേട്ടനെ ഇവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് മുകളിലായി പോനെ. എന്നാലും കുഴപ്പമില്ല, പുള്ളി തന്നെയാണ് ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ 5 തവണയാണ് പുള്ളി വന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും സമ്മാനമുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞു. ജനങ്ങൾക്കും കൂടി പുള്ളി നന്ദി പറയണം, മറന്നുപോയി. എനിക്കൊന്ന് പ്രേക്ഷകർക്കൊരു നന്ദി കൂടി പറയട്ടെ. ബിഗ് ബോസിനും പെട്ടെന്ന് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് സമ്മാനം കൊടുത്തു. 25 കോഴിമുട്ടയാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നവർക്കുള്ള സമ്മാനം. അനുമോൾക്കും നെവിനും കൂടി അത് പങ്കിട്ടെടുത്തു. ഏറ്റവും കുറഞ്ഞ നോമിനേഷനിൽ വന്ന അനീഷിന് 5 ലിറ്റർ ക്രീമി മിൽക്കാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇവർ ഹൗസ് മേറ്റ്സ് എല്ലാം ഹാപ്പി ആയി കേട്ടോ. എല്ലാവർക്കും പാലും മുട്ടയൊക്കെ കിട്ടുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ഹെൽത്ത് ഇനിയിപ്പം 2 ആഴ്ചയിലേ ഉള്ളൂ. എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ടിരിക്കണമല്ലോ. അങ്ങനെ അതിനുശേഷം പിന്നീട് ബിഗ് ബോസ് എന്താ പറയുക, എല്ലാവരും പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് നൂറ മാത്രമാണ്. ഫിനാലെ വീക്കിലേക്ക് പോകുന്ന നൂറ ഒഴിച്ച് ബാക്കി എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിലാണെന്ന് പറഞ്ഞു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ ഈ ആഴ്ച ഇടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം ഇനിയും ഇവർ പറഞ്ഞാൽ ഇവിടം വരെ പറയാനാണ്. 2-3 ടോപ്പ് ആൾക്കാരെ വേണമെങ്കിൽ പറയും. ചിലപ്പോൾ അക്ബറിനെ നിവിനെയും കൂടി പറയും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ 1-2 പേരെ പറയും. അവർ അനീഷിനെ പറയും. അപ്പോൾ അങ്ങനെ ടോപ്പായിട്ടുള്ള 1-2 ആൾക്കാർ 3-4 ആൾക്കാർ വരും. ബാക്കിയുള്ളവർ വീണ്ടും സേവ് ആയിട്ടിരിക്കും. അപ്പോൾ അത് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡയറക്റ്റ് നോമിനേഷൻ. അതിപ്പോൾ ലാസ്റ്റ് 2 വീക്കുകളിൽ അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഒരു വീക്ക് 2 വീക്കുകളിൽ ഡയറക്റ്റ് നോമിനേഷൻ തന്നെയാണ് വരുന്നത്. ഒന്ന് ടോപ്പ് 5, ബാക്കിയുള്ളത് 13th വീക്കും. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് ഓർത്തതായിരുന്നു, പക്ഷെ മറന്നു. നമ്മുടെ സാബുമാനോട് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു. അനീഷ് എന്താണ് ആരെയാണ് സേവ് ചെയ്യുക, ആരെയാണ് സേവ്ഡ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അനീഷേട്ടന് അത്രയ്ക്കൊന്നുമില്ല.
എന്നൊരു വാക്ക് പറഞ്ഞു. അല്ല സാബു മോനെ, ഈ സാബു മോൻ എന്ന് പറയുന്ന മരപ്പാവ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ പലതവണയും വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് അവിടെ നിൽക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ പറയണത് പൊട്ടക്കണൻ്റെ മാവേലറി പോലെ ഓരോ അതിനേക്കാട്ടി അങ്ങേയറ്റത്തെ വിവരക്കേട് കാണിക്കുമ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ മറ്റുള്ളവരുടെ ആൾക്കാരുടെ ഫാൻസ് പോയിട്ട് വോട്ട് ചെയ്തിട്ട് അങ്ങനെയില്ല പട്ടാഭാഗ്യത്തിന് കിട്ടുന്ന വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, ആദ്യത്തെ ഈ ഒരു ബിഗ് ബോസ് ഷോ സീസൺ 7 തുടങ്ങി അന്ന് തൊട്ട് കണ്ടൻറ്റ് കൊടുത്ത് അന്ന് തൊട്ട് ഗെയിം കളിച്ച് ഒരു റിയൽ മനുഷ്യനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് അത്രയ്ക്കൊന്നും ഇല്ലെന്ന്. അല്ലേ ഇപ്പോൾ ഒന്ന് എന്തെങ്കിലും. പിന്നെ ഇതിനെന്ത് മറുപടിയാണ് പറയുന്നത്? ഇതിന് മറുപടിയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പെരുവിരലിൽ നിന്ന് ഇങ്ങനെ വരും. അനീഷേട്ടന് അത്രയ്ക്കൊന്നും ഇവിടെ നിന്ന് പുറത്തു നിന്ന് കളി കണ്ടിട്ട് പോയതാണ് അവൻ. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ട് മരപ്പാവ് പോലെ പിന്നെ എന്താ വെനീർ ചെയ്തിട്ട് പല്ലും വെച്ചിട്ട്, അല്ലാതെ പഴയ റിയൽ പല്ലല്ലോ അതൊക്കെ, പിന്നെ ഈ പല്ലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കി ഭയങ്കര സോഫ്റ്റ് ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ആരെയും പേഴ്സണലായിട്ട് ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമ്മളൊരാളിനെ പറയുമ്പോൾ അനീഷേട്ടന് അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അന്യായക്കേട് ഞാൻ ആലോചിച്ചുകൊണ്ട് പറയുകയാണ് ഗൈസ്. അല്ലാണ്ട് എനിക്ക് ആരെയും പേഴ്സണലി എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ എനിക്ക് അങ്ങോട്ട് സാബുമോൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടനെ തന്നെ പിടിച്ചില്ല, അത് വേറെ സത്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിഷ്ടം എന്ന് പറയാൻ പറ്റില്ല, അത് അത്രയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? പിന്നെ നിനക്ക് ഈ സാബുമോൻ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? സാബുമോൻ അവിടെ പോയിട്ട് അവർ തന്നെ അക്ബറും നിവിനും കൂടി ഇരുന്ന് പറയുന്നുണ്ട്, ഇന്ന് മുഴുവൻ അവരതാ പറഞ്ഞത്. സാബുമോൻ ഇവിടെ വന്ന് നമ്മളോടും പറയും അവരോടും പറയും, കാരണം പരസ്പരം കൂട്ടിയടി ഏഷണി പരസ്പരം അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ. ഇന്നലെ ആണെങ്കിൽ ജയിലിൽ തന്നെ പറയുന്നു, ഷാനവാസിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് ഗ്രഡ്ജുണ്ട്, നിങ്ങളോട് പേഴ്സണലായിട്ട് പുള്ളി പേഴ്സണൽ എടുത്തിരിക്കുകയാണ് എന്നൊക്കെ അവരോട് ജയിലിൽ ചെന്ന് അക്ബറിനോടും നെവിനോടും പറയുന്നു. തിരിച്ച് മറ്റവരോട് ചെന്നിട്ട് അത് പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നത് ഇവിടെ പറയും വന്ന്, അവിടെ കേൾക്കുന്നത് ഇവിടെയും വന്ന് പറയും, ഇവിടെ പറയുന്നത് അവിടെയും ചെന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് നിന്നൊരു ഏഷണി മഹാവൃത്തികയുടെ ക്യാരക്ടർ കേട്ടോ, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക്. പെൺപിള്ളേരെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരു 70 കാലഘട്ടത്തിലോ 80 കാലഘട്ടത്തിലോ ജനിച്ച ആൾക്കാരൊക്കെ പിന്നെ ഈ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ മതിലൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിൽ ഒരു മുറ്റത്ത് എല്ലാവരും കൂടി കൂടും. ഇന്നത്തെ ഒരു കുടുംബശ്രീ പോലെ തന്നെ എല്ലാവരും കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലേഡീസ് എല്ലാം കൂടി കൂടും. എൻ്റെ എൻ്റെ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ പണിക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ ആ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ അവരെല്ലാവരും ഇതിനെ കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് പോലുള്ള ഒരു നുണയും ഇപ്പുറത്തെ നുണയല്ല, അപ്പുറത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പുറത്ത് അറിയിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ടി വിയും കാര്യങ്ങളോ പത്രമൊന്നും ഇല്ല, ഫോണില്ല വിളിച്ച് പറയാൻ. പത്രവും ഫോണും അല്ല, സോറി, ഫോണില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഒരു കാര്യം, എൻ്റെ വീട്ടിലൊരു കാര്യം നടന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ ട്രിവാൻഡ്രത്ത് നടന്ന കാര്യം ഞാൻ കൊല്ലത്ത് മുഴുവൻ അറിയിക്കും, കാരണം എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ പിന്നെ ന്യൂസ് ടോക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുക വൈകുന്നേരം ആകുമ്പോൾ. അതുപോലൊരു ക്യാരക്ടറാണ് നമ്മുടെ സാബുമൻ്റെ. അതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വളഞ്ഞു കുത്തി പിടിച്ചത് കേട്ടോ, സോറി. അപ്പം എന്തായാലും ആ സാബുമാനാണ് പറയുന്നത്. അയ്യോ എന്തൊക്കെ കലികാലം, അല്ലാതെ എന്താ പറയുക. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു കാര്യം ഡയറക്റ്റ് നോമിനേഷനിൽ വന്നതുകൊണ്ട് തന്നെ അക്ബറും നെവിനും പറയുന്നത് നമ്മളെ ഷാനവാസ് വലിച്ചു കീറാനിരുന്നതാണ്, ഷാനവാസും അവളുമാരും കൂടി നമ്മളെ വലിച്ചു കീറാനിരുന്നതാണ്. എന്തായാലും അതൊന്നും നടന്നില്ല ബിഗ് ബോസ്, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരും അപ്പുറത്തിരുന്ന് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നു എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ലൈവിൽ നടന്നത്. പിന്നീട് നമ്മുടെ അനീഷേട്ടൻ്റെയും അനുമോളുടെയും കിച്ചണിലെ പാചകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിക്കയുടെ കളിയാക്കലൊക്കെ ഉണ്ട്. അതുമായിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ഇടാം ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഈ വീക്ക് കഴിഞ്ഞാൽ അടുത്ത വീക്കും കൂടെയല്ലേ ഉള്ളൂ ടോപ്പ് 5 ആരൊക്കെയാണെന്ന്. ഒരാൾ ഓൾറെഡി വന്നു, ഇനി ടോപ്പ് 4 മതി. ഞാൻ പ്രഡിക്ഷൻ പറയും. ഞാൻ നെക്സ്റ്റ് നാളെ ഞാൻ വീഡിയോ ഇടും ആരൊക്കെയാണ് ടോപ്പ് 1, ടോപ്പ് 2, ടോപ്പ് 3, ടോപ്പ് 4, ടോപ്പ് 5. എൻ്റെ ടോപ്പ് 5 വരെ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും. ഞാൻ ഇത്ര ദിവസം ഈ ഒരു 86 ഇത്രയും ദിവസത്തെ കണ്ട കാഴ്ചയിൽ നിന്നും ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചതും അതുപോലെ തന്നെ പ്രീതി കിട്ടിയതുമായിട്ടുള്ള ആൾക്കാർ ടോപ്പ് 5-ൽ ആരൊക്കെയാണ് വരുന്നതെന്നുള്ള തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.